ഹായ്, എൻ്റെ പേര് നിയാസ്. ഞാൻ കോഴിക്കോട് വെരാന്ത റീസൺ അക്കാഡമി ഹെഡാണ്. ഒരാഴ്ച മുമ്പ് CHS റിസൾട്ട് SSC അനൗൺസ് ചെയ്തു. കേരളത്തിൽ ഓൾ കേരള റാങ്ക് 1, റാങ്ക് 3, റാങ്ക് 4 അങ്ങനെ എണ്ണമറ്റ റാങ്കുകൾ കരസ്ഥമാക്കിയ വെരാന്ത റീസിന് ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്നത് ആദിത്യ കർണാടക റീജിയനിലാണ് എക്സാം എഴുതിയത്. സോ ഓൾ കർണാടക ബേസിലെ റാങ്ക് 3 ഹോൾഡ് ചെയ്ത ആളാണ് ആദിത്യ. ഇപ്പം ഞാൻ ഏത് റിസൾട്ട് നോക്കുമ്പോഴും SSCയുടെ CHS, MTS, CGL ഏത് ലെവലിലെ എക്സാമിന്റെ റിസൾട്ട് നോക്കുന്ന സമയത്തും അതിലെനിക്ക് നിസ്സംശയം ചോദിക്കാതെ എഴുതാവുന്ന ഒരു പേരാണ് ആദിത്യയുടേത്. അപ്പം ആദിത്യ ഇപ്പം നിലവിൽ MTS ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വന്നിരിക്കുന്ന CHS ക്വാളിഫൈ ചെയ്യാൻ പറ്റി. ആൻഡ് ഇനിയും ഒരുപാട് എക്സാമുകൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് പോസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ ആദിത്യയുടെ ഈ ഒരു സക്സസ് എന്താണെന്നുള്ളത് ആ ഒരു സ്റ്റോറി നിങ്ങളുടെ മുമ്പിലേക്ക് ആദ്യം ഷെയർ ചെയ്യും. സോ ആദിത്യ നിലവിൽ MTS ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് CHS ഇപ്പോൾ വന്ന സമയത്ത് നല്ലൊരു റാങ്ക് സ്വന്തമാക്കി. ഇപ്പൊ കർണാടക റീജിയനിൽ ഓൾ കർണാടക റാങ്ക് 3 എത്തി. അപ്പൊ അങ്ങനെ വലിയ അച്ചീവ്മെന്റ് നിൽക്കുകയാണ്. സോ എന്താണ് ഈ ഒരു സമയത്ത് ഇപ്പം ആദിത്യയുടെ ഒരു ഇവിടെ ജോയിൻ ചെയ്തത്, പഠിച്ചത്? ഞാൻ 2022 ബാങ്ക് പ്ലസ് SSC ബാച്ചിലാണ്, കോംബോ ബാച്ചിലാണ് ജോയിൻ ആയത്. അന്ന് ജോയിൻ ചെയ്യുന്ന ടൈമിൽ ഇവിടെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഈ ലാബ് പ്ലസ് ലൈബ്രറി ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിരുന്നില്ല. അങ്ങനെ അതിനു വേണ്ടി മാത്രമാണ് ഇവിടെ ജോയിൻ ചെയ്തത്. പക്ഷേ ക്ലാസ്സും നല്ലതായിരുന്നു, മെന്റർ സപ്പോർട്ട് നല്ലതായിരുന്നു. അവിടുന്ന് കിട്ടിയ ഒരു ഇൻസ്പിറേഷൻ കൊണ്ടാണ് MTSഉം CHSലും ക്ലിയർ ചെയ്ത്. ലക്കിലി ഫ്യൂച്ചറിൽ CGL ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഓൾ കേരള റാങ്ക് 3 ആവാൻ വേണ്ടിയൊന്നും അല്ല പഠിച്ചത്, നല്ലൊരു പോസ്റ്റ് അത് മാത്രമേ വിചാരിച്ചുള്ളൂ. പക്ഷേ കിട്ടി വന്നപ്പോൾ നല്ലൊരു പോസ്റ്റ് കിട്ടി. ഇനിയിപ്പം ഫ്യൂച്ചർ പ്രിപ്പയർ ചെയ്യണം, ബാക്കി എക്സാംസിന് പ്രിപ്പയർ. നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, ഇനിയും ഇതിലേക്ക് പോകണം, മുന്നോട്ട് പോകണം തന്നെയാണ് ആഗ്രഹം. ഓക്കെ, അപ്പം റേസിൽ വന്നത് പഠിച്ചപ്പം 2022 ജൂൺ ബാച്ചിലാണ്. ഇപ്പം അവിടെ നിന്ന് റേസിന് കിട്ടിയ ഒരു സപ്പോർട്ട്, ഒരു ടീച്ചർ എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ ഒരു മെന്റേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ ലാബ്, അവിടുത്തെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ? 2022 ജൂണിൽ ആണ് ഇവിടെ ഞാൻ ജോയിൻ ചെയ്യുന്നത്. ആ ടൈമിലാണ് ഡിഗ്രി കംപ്ലീറ്റ് ആയി. എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഓൾറെഡി റേസിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞനുസരിച്ചാണ് ഇവിടെ വന്നത്. ലാബ് ഫെസിലിറ്റി, മെന്റേഴ്സ് ഉണ്ട്, പിന്നെ സർക്കിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സർക്കിൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ടാണ് ഇവിടെ ജോയിൻ ആയത്. എല്ലാം വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. എന്റെ ഫസ്റ്റ് മെന്റർ ബാങ്ക് ബാച്ചിൽ നന്ദുലാൽ സാർ ആയിരുന്നു. സാർ ബാങ്കിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിലും ഏത് എക്സാം ആണെങ്കിലും അതിന് വേണ്ട ഗൈഡ് ലൈൻസ് സാർ തന്നിരുന്നു. ഏത് ടോപ്പിക് ആണെങ്കിലും എന്ത് ടൈപ്പ് ഗൈഡ് ലൈൻസ് ആണോ എല്ലാം കിട്ടിയിരുന്നു. ഞാൻ ജോയിൻ ചെയ്ത ടൈം മുതൽ ഫസ്റ്റ് ദിവസം മുതൽ ഞാൻ ലൈബ്രറിയും ലാബും യൂസ് ചെയ്തിരുന്നു. രാവിലെ മുതൽ ഉച്ച വരെയുള്ള ക്ലാസ് ആണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഫുള്ള് ലൈബ്രറി തന്നെ ഇരിക്കും. വൈകുന്നേരം ഒരു 5-5:30 ആകുമ്പോൾ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അതിനുശേഷം എക്സാംസ് അടുപ്പിച്ച് വരുമ്പോൾ കുറച്ചുകൂടെ ലേറ്റ് ആവും. ഒരു 7 മണി 8 മണി വരെയൊക്കെ ഇവിടുന്ന് ലാബിൽ മോക്ക് ടെസ്റ്റും ക്ലാസ്സസ് ഒക്കെ കണ്ടിരുന്നു. അത് വളരെ ഹെൽപ്ഫുൾ ആയി. പിന്നീട് MTS കിട്ടി പോയപ്പോഴും 2 ആഴ്ച കൂടുമ്പോൾ ലീവിന് വരും, സാറ്റർഡേ സൺഡേ ലീവിന് വരും. ആ ടൈമിലൊക്കെ ഇവിടെ തന്നെ വരും. വീട്ടിലിരുന്നാൽ പഠിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇവിടെ വന്നിരുന്നത് പഠിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ റേസിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഫാക്കൽറ്റി ഭയങ്കര ഫ്രണ്ട്ലി ആണ്, ഫ്ലെക്സിബിൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് കിട്ടി കഴിഞ്ഞിട്ടും ഇവിടെ വന്നിരുന്ന എക്സാംസിന് പ്രിപ്പയർ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ ഒരു CHS കിട്ടി, അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും പ്രിപ്പയർ ചെയ്യണം എന്നാണ് ആഗ്രഹം. ഇതിന് ഈ സമയത്തൊക്കെ ഒരുപാട് കുട്ടികൾക്ക് ഇപ്പം മേ ബി ഇതിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. CHS ഡ്രീം ചെയ്ത ആൾക്കാരുണ്ടാവും, പിന്നെ മേ ബി കുറച്ച് കാലമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കൊന്നും എത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ അവർക്ക് ഇപ്പൊ ആദ്യത്തേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്താണ്? കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് ലൈഫിൽ നല്ലൊരു ടൈമിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഒരു 2-3 ഇയർ, മാക്സിമം 2-3 ഇയർ ഇതിനു വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ പിന്നെ നമുക്ക് സ്റ്റേബിൾ ആയിട്ട് ഇൻകം കിട്ടുന്ന ഒരു ജോബ് കിട്ടും. സെൻട്രൽ ഗവൺമെന്റ് ജോബ് ആണെങ്കിലും ബാങ്ക് ആണെങ്കിലും എന്തും കിട്ടും. പക്ഷെ ഈ ടൈമിൽ നമ്മൾ നല്ലപോലെ ഇൻവെസ്റ്റ് ചെയ്യണം. മീൻസ് 2-3 ഇയർ ജസ്റ്റ് വന്ന് പഠിച്ചു പോവുക, ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്ത് പോവുക, അതുകൊണ്ട് കാര്യമില്ല. ജസ്റ്റ് ഇവിടുത്തെ ലാബ്, ലൈബ്രറി എല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കണം. പിന്നെ അങ്ങോട്ട് എക്സാംസ് ചെറിയ ലെവൽ ജോബാണ് കിട്ടുന്നെങ്കിലും അതിൽ സാറ്റിസ്ഫൈ ആവാണ്ട് നമ്മുടെ മാക്സിമം പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വലിയ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. പിന്നെ എല്ലാ ഇയറും കോമ്പറ്റീഷൻ വളരെയധികം കൂടിക്കൊണ്ടുവരിക. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന എവിടെ നിന്നൊക്കെ കിട്ടുന്ന എത്രയൊക്കെ ഫെസിലിറ്റീസ് അവൈലബിൾ ആണോ ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. എത്ര ബുക്സ് കിട്ടിയാലും എത്ര ക്ലാസ് കിട്ടിയാലും അതിൽ സാറ്റിസ്ഫൈ ആവരുത്. നല്ല ക്ലാസ് കിട്ടുന്നവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ലാബിലിരുന്ന് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് ഇപ്പൊ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ? സ്ട്രാറ്റജി ഞാനങ്ങനെ ഒരു ടൈം ടേബിൾ വെച്ച് പഠിക്കുന്ന ആളൊന്നുമല്ല. എനിക്ക് കുറച്ച് ടഫായിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് മാത്സ് ആണ്. ബാക്കിയെല്ലാം അത്യാവശ്യം ഓക്കെയാണ്. ഇവിടുത്തെ ക്ലാസ് നല്ല ബേസിക്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ GKയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബാങ്ക് ബാച്ച് ആയതുകൊണ്ട് തന്നെ ആദ്യം GKയുടെ ക്ലാസ് കിട്ടിയിരുന്നില്ല. ആ ടൈമിൽ ശ്രീരാജ് സാറ് ബാങ്കിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടി നോർമൽ ക്ലാസ് ടൈം കഴിഞ്ഞിട്ട് ഒരു 8 മണി വരെയൊക്കെ സ്പെഷ്യൽ ക്ലാസ് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. എൻ്റെ GKന്റെ ഫണ്ടമെന്റ്സ് സ്ട്രോങ് ആക്കാൻ വളരെ സഹായിച്ച ഒരു
ഒരു സെക്ഷനാണ്. പിന്നെ നിയാസ് സാർ എടുത്തിരുന്നു. സാറും കോൺസ്റ്റിറ്റ്യൂഷൻ പോളിറ്റി ടോപ്പിക് ഒക്കെ എടുത്തിരുന്നു. ബാങ്കിൽ പഠിക്കുന്ന പിള്ളേർക്ക് ഈ GK സെഷൻ ഒന്ന് ബേസിക് സ്ട്രോങ് ആവാൻ വേണ്ടി ഈ സെഷൻസ് ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഇതുകൊണ്ടൊക്കെയാണ് ആദ്യം 2022 MTS ക്ലിയർ ചെയ്യാൻ പറ്റിയത്. ആ ടൈമിൽ ഇത്രയും ബേസിക്സ് കവർ ആയതുകൊണ്ടാണ് MTSന് ഇംഗ്ലീഷും GK ആണ് മെയിൻ ആയിട്ട് അതിൽ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പോൾ അത് ക്ലിയർ ആയാൻ സഹായിച്ചത് ഈ ക്ലാസ്സസ് കൊണ്ടാണ്. പിന്നെ അത് മാത്രമല്ല കുറച്ചധികം എക്സാമ്പിൾ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നല്ലോ. സിലബസ് കുറച്ച് വാസ്റ്റ് ആണ് SSC. ബാങ്കിനെ സംബന്ധിച്ച് കുറച്ച് വാസ്റ്റ് ആണ്. അപ്പൊ അത് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട സബ്ജക്റ്റുകൾ ഉണ്ടോ? കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എല്ലാവരും നോർമലി ഫസ്റ്റ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, മാക്സിമം എല്ലാവരും GKക്ക് ടൈം സ്പെൻഡ് ചെയ്യും. പക്ഷെ അത് ശരിയല്ല. GK എന്ത് വേണമെങ്കിലും ചോദിക്കാം. മീൻസ് സൂര്യന്റെ താരകൾ എന്ത് ചോദിക്കാം. പക്ഷെ മാത്സ് അങ്ങനെ മാത്സ് ഇംഗ്ലീഷ് സെർട്ടൻ ആണ്. മാത്സ് ഇംഗ്ലീഷ് ഒരു ഏരിയ ചോദിക്കുന്നു അങ്ങനെ ചോദിക്കുള്ളൂ, നമ്പേഴ്സ് മാറാം. അതെ, ഞാൻ ഇപ്പോഴും പറഞ്ഞു ഞാൻ ചെയ്ത ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഞാൻ ആദ്യം മുതലേ GK കോൺസെൻട്രേറ്റ് ചെയ്തത്. പക്ഷെ അതുകൊണ്ട് MTS കിട്ടി. CGL ഉം CHS ഉം ക്രാക്ക് ചെയ്യാൻ ടൈം എടുക്കുന്നുണ്ട്. അപ്പൊ ആദ്യം എല്ലാവരും ഇനി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കഴിയുന്നതും GKക്ക് ടൈം കുറച്ചിട്ട് മാത്സും പിന്നെ കറണ്ട് അഫയേഴ്സിനുള്ള ടൈം കുറയ്ക്കുക. മാത്സ്, ഇംഗ്ലീഷ്, റീസണിംഗ് ഉള്ള നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം ഇൻക്രീസ് ചെയ്യുക. പിന്നെ സർക്കിൾസിന് കിട്ടുന്ന മെറ്റീരിയൽസ് മാക്സിമം യൂസ് ചെയ്യുക. അപ്പോൾ മാത്സ് ആയാലും ഇംഗ്ലീഷ് ആയാലും വളരെ നല്ല മെറ്റീരിയൽസ് ആണ് സർക്കിൾസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ മാത്സിന് നമ്മളെ ബേസിക്സ് കഴിയുന്നതും സ്ട്രോങ് ആക്കാൻ മെന്റേഴ്സിനെ സപ്പോർട്ട് യൂസ് ചെയ്യുക. എല്ലാ ടൈമും അവർ അവൈലബിൾ ആണ്. എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിച്ച് നമ്മൾ സ്ട്രോങ് ആക്കുക, ബേസിക് സ്ട്രോങ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ വർക്കൗട്ട് ഒക്കെ ചെയ്യാറുണ്ടോ? പ്രീവിയസ് ഇയർ ചെയ്യാറുണ്ട്. കാരണം SSCയുടെ ഒരു പാറ്റേൺ അനുസരിച്ച് പ്രീവിയസ് ഇയറിന് ഒരു സർട്ടൺ പെർസെന്റേജ് ക്വസ്റ്റ്യൻസ് എല്ലാ ഇയറും റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നോ അതിനനുസരിച്ച് നമ്മുടെ സ്പീഡും കൂടും. പിന്നെ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യുന്ന രീതി മാറും. അപ്പം മാക്സിമം എത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിന് കിട്ടുന്നോ മാക്സിമം അത് വർക്കൗട്ട് ചെയ്യുക. പുതിയ ക്വസ്റ്റ്യൻസ് ഓപ്റ്റ് ചെയ്യാണ്ട് പഴയ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് മാക്സിമം യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. മോക്സിന് മാർക്ക് കൂടാൻ അത് വളരെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പം ആദ്യത്തെ ഒരു സക്സസ്സിൽ സഹായിച്ച അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്ത ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ്, അതുപോലെ എൻ്റെ ഫ്രണ്ട് സർക്കിൾ വളരെ കുറവാണ്. റേസിലാണെങ്കിൽ തന്നെ വളരെ കുറവാണ്. കൂടിപ്പോയ 5-6 പേരുണ്ടാവും. പുറത്തങ്ങനെയുള്ള റേസിൽ വളരെ കുറവാണ്. അത് ഞാൻ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. കാരണം കുറെ പേര് ഇൻക്ലൂഡ് ആയാൽ പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഇരിക്കുന്ന ആളാണ്. അതുകൊണ്ട് മാക്സിമം ലാബിലാണെങ്കിലും ലൈബ്രറിയിലാണെങ്കിലും മാക്സിമം ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാനാണ് നോക്കുക. അതാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ. കൂടുതൽ ഫ്രണ്ട്സ് വരുന്നതുകൊണ്ട് ചിലർക്ക് അത് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. പിന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഫാമിലി നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞ എത്ര ടൈം എടുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, എക്സാം ക്ലിയർ ചെയ്താൽ എന്ന് പറഞ്ഞു. പിന്നെ ഇവിടുത്തെ മെന്റേഴ്സ് വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നന്ദുലാൽ സാറാണെങ്കിലും ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഒബ്വിയസ്ലി പിന്നെ ആദ്യ ലാബിൽ ഇരുന്ന് കുറെ വർക്ക് ചെയ്യുന്ന ആളാണ്, ലൈബ്രറി യൂസ് ചെയ്യുന്ന ആളാണ്. പിന്നെ കമ്പൈൻ സ്റ്റഡിയും ഒബ്വിയസ്ലി ചില സമയത്ത് കമ്പൈൻ സ്റ്റഡി യൂസ് അതൊക്കെ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്, വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. സോ ഇപ്പം ഓരോ അച്ചീവ്മെന്റും ഓരോ സക്സസ് സ്റ്റോറിയാണ്. അപ്പൊ ആദ്യത്തേക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒന്ന് ബ്രീഫാക്കി പറഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട്. അപ്പം ആദ്യ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം മാത്സിലായിരുന്നു. സോ മാത്സ് സ്ട്രോങ് ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ GK പിന്നെ ബുദ്ധിമുട്ടായ സമയത്ത് GK സ്ട്രോങ് ആക്കാൻ വേണ്ടി എഫേർട്ട് എടുത്തു. ഇപ്പം ഏതായാലും മാത്സ് ആയാലും GK ആയാലും ഇംഗ്ലീഷ് ആയാലും ഏത് സബ്ജക്ട് തന്നെ ആയാലും അതിന് വേണ്ടി നിങ്ങൾ എടുക്കുന്ന എഫേർട്ടാണ് നിങ്ങളെ ഒരു റിസൾട്ടായിട്ട് കൺവേർട്ട് ആവുന്നത്. സോ ആരും ഡിമോട്ടിവേറ്റഡ് ആവേണ്ട. എല്ലാവർക്കും അവരുടെ മുന്നിൽ ലക്ഷ്യം നേടാനുള്ള അവസരമുണ്ട്. സോ ഇനിയും എക്സാമുകൾ വരാനുണ്ട്. സോ ആദ്യത്തെ പോലെ നിങ്ങൾക്കും ഭാവിയിൽ നല്ലൊരു പോസ്റ്റ് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. സോ ആദിത്യ, താങ്ക് യു.